ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. കൊട്ടാരക്കരയാണ് എൻ്റെ സ്ഥലം. നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. നല്ല രസമാണ് മഴ പെയ്യുമ്പോൾ. ഇവിടെ ചുറ്റും ഒരുപാട് മരങ്ങളും പൂക്കളും കാടും ഒക്കെ ആയിട്ട് ആകെ രസമാണ്. അങ്ങനെ ഞാൻ കുറേ നേരം വീണ്ടും ചുറ്റുമൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ കിട്ടിയ ക്ലിപ്സാണിത്. അപ്പോഴേക്കാണ് അമ്മ വന്നിട്ട് അരി അടുപ്പത്തിട്ടു. അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ തോന്നി, ചിക്കൻ കറി വെച്ചാലോ. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് 2 കിലോ ചിക്കനൊക്കെ വാങ്ങി പടപടേ എന്ന് കറിയൊക്കെ ഉണ്ടാക്കി. ഈ കാണുന്നത് നമ്മുടെ വീട്ടിലെ നീല ചെമ്പരത്തി പൂവാണേ. ചിക്കൻ കറി വെച്ചപ്പം ചിക്കൻ ഫ്രൈയും കൂടി ആയാലോ അങ്ങനെ തോന്നിയിട്ട് പെട്ടെന്ന് ചിക്കൻ ഫ്രൈയും കൂടി ആക്കി. പുള്ളിക്കാരൻ്റെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചായയും ചിക്കൻ ഫ്രൈയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണിപ്പോൾ. ചിക്കനൊക്കെ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മഴത്തുള്ളി നോക്കാൻ പോയാലോ. അങ്ങനെ നമ്മളിങ്ങനെ സൈഡിലോട്ട് പോവാണ്. ഈ കാണുന്ന സാധനത്തിന് നമ്മളിവിടെ മഴത്തുള്ളി എന്നാണ് കേട്ടോ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തുഷാർ എന്തെന്ന് എനിക്കറിയില്ല. നമ്മൾ മഴത്തുള്ളി എന്ന് കുട്ടിക്കാലം തൊട്ടേ വിളിക്കും. കുറേ തുമ്പയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഓണസമയമായി വരുവാണല്ലോ. അങ്ങനെ മഴത്തുള്ളിയും തുമ്പയൊക്കെ കണ്ടിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. അങ്ങനെ നമ്മുടെ റെഡിയായ ചിക്കൻ ഫ്രൈയും നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല ചൂട് ചായയും, പിന്നെ അച്ഛൻ കടയിൽ പോയപ്പോഴേക്ക് വാഴയ്ക്കാപ്പ് ഉഴുന്നോടെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് നമ്മൾ മഴയൊക്കെ കണ്ടിത് കഴിക്കാൻ പോവാണ്. ഇവിടെ കുഞ്ഞു വീട്ടിൽ മഴ സമയത്ത് ഇതുപോലെ നല്ല ചൂട് സ്നാക്സും ചായയൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഫീലാണ്. അത് നമ്മുടെ സ്വന്തം വീട്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആകുമ്പോഴത്തേക്ക് അത് വേറൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴേക്കും മഴ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ട്രിവാൻഡ്രം. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.